ഇപ്പോൾ ആറന്മുള വിമാനത്താവള പദ്ധതി ഒരു കാലത്ത് വലിയ സമരങ്ങൾക്ക് വേദിയായതാണ്. ആ വിമാനത്താവള പദ്ധതി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ IT പാർക്കിനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ എൻ്റെ സംശയം ഇത്രേ ഉള്ളൂ, വിമാനത്താവളമായിരുന്നപ്പോൾ ഈ വയൽ നികത്തി വിമാനത്താവളം പണിയുന്നതിനായിരുന്നു സമരം. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത CPM-ഉം CPI-യും മറ്റേ BJP എല്ലാം കൈകോർത്ത് നിന്നാണ് സമരം നടത്തിയത്. അപ്പോൾ ഈ IT പാർക്ക് വരുമ്പോൾ ഈ വയൽ നികത്തേണ്ട ആവശ്യം ഉണ്ടായില്ലേ? എന്താണ് അവസ്ഥ? എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു വയൽ നികത്തി മാത്രമേ അവിടെ ഒരു വികസനം എന്ന് പറഞ്ഞത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നാട്ടിൽ വികസനം വരുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മുൻപ് തുടർന്നു വന്ന പല കാര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും എന്ന് പറഞ്ഞു വന്നിരുന്നത് കീഴാറ്റൂർ സമരം ഓർമ്മയുണ്ടോ? അതെ അതെ, കീഴാറ്റൂർ വയൽക്കിളി. യെസ്, വയൽക്കിളികളൊക്കെ ഉണ്ടായ കീഴാറ്റൂർ സമരം. ആ കീഴാറ്റൂർ സമരം വന്ന സമയത്ത് അവിടെ കുറേ വയൽ ഇതുപോലെ നികത്തിയിട്ടാണ് അവിടെ ദേശീയപാത പണിയാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വികസനം വരണമെങ്കിൽ ഇതുപോലുള്ള പല മാറ്റങ്ങളും പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും, എന്നാൽ മാത്രമേ നാടിന് വികസനം ഉണ്ടാവുള്ളൂ. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആറന്മുള വിമാനത്താവളം വീണ്ടും ചർച്ചയാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആറന്മുള വിമാനത്താവള പദ്ധതിയുമായിട്ട് സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ എന്തിനാണ് വീണ്ടും ഒരു ചെറിയൊരു സംസ്ഥാനത്ത് മുക്കിന് വിമാനത്താവളം എന്നൊരു, അന്ന് ആ സമയത്ത് കണ്ണൂർ ഇല്ല മുക്കിന് വിമാനത്താവളം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തിനാണ് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങിയിട്ട് അത്ര ദൂരം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ച് പിന്നെ പത്തനംതിട്ട പോലുള്ള ഒരു ജില്ലയുടെ വലിയ സമഗ്ര വികസനം, അത് മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ ഒരുപാട് ഈ NRI ഉള്ളു. അതന്നെ, അപ്പോൾ അവർക്ക് സ്വന്തം വിമാനത്താവളം എന്ന രീതിയിൽ പോലും അത് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഈ KGS ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനെ അന്ന് സമീപിച്ചിരുന്നത്. അതെ, അപ്പം സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ അതിന് ഒരു അനുഭാവപൂർവമായ തീരുമാനമെടുത്തു. പക്ഷേ അവിടെ ഏകദേശം 139 ഹെക്ടർ വയലാണ് അവിടെ. അപ്പോൾ ആ വയൽ നികത്തിയിട്ടൊരു വിമാനത്താവളം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിഭീകരമായിരിക്കും. സ്വാഭാവികമായിട്ടും വയൽ നികത്തുമ്പം ഇപ്പം നമുക്ക് കഴിഞ്ഞ പ്രളയം 2018 പ്രളയം, അന്ന് ഈ ഇവിടെ വയൽ കൂടെ നികത്തിയ ഒരു ഘട്ടമായിരുന്നെങ്കിൽ ഈ പ്രളയം ഈ കൂടം കൊണ്ട് അവസാനിക്കില്ലായിരുന്നു. അവിടുത്തെ മരണസംഖ്യയും നാശനഷ്ടങ്ങളും പിന്നെയും കൂടാനുള്ള സാധ്യതകളാണ്. പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ പിന്നീട് ആ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയത്. അത് ഉണ്ടാക്കുന്ന വലിയ സമരങ്ങൾ BJPയുടെ നേതൃത്വത്തിലും മറ്റേ പരിസ്ഥിതി സംഘടനകളും CPI ഉൾപ്പെടെയുള്ള സുഗതകുമാരിയൊക്കെ സമരരംഗത്തുണ്ടായിരുന്നു. അതന്നെ, അങ്ങനെയുള്ള എല്ലാവരും സമരരംഗത്തേക്ക് വന്ന ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ അത് ഉപേക്ഷിക്കുകയും പകരം ആ ഭൂമി മിച്ചഭൂമിയായിട്ട് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. നിലവിൽ അത് മിച്ചഭൂമിയായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു മീറ്റിംഗിൽ നിക്ഷേപ സംഗമത്തിൽ ഈ പത്തനംതിട്ടയിലെ ഭൂമി വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അവിടെ KGS പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വേറൊരു പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു സംസ്ഥാന സർക്കാരിൽ ഒരു നിവേദനം വെക്കുകയാണ്. ടോഫൽ എന്ന് പറയുന്ന പേരിലാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ടോഫൽ എന്ന കമ്പനി ഒരു നിവേദനം, ടേക്ക് ഓഫ് ടു ദ ഫ്യൂച്ചർ, അതിന്റെ ഫുൾ ഫോം അങ്ങനെ. അതന്നെ, ടേക്ക് ഓഫ്, മറ്റേത് ടേക്ക് ഓഫ് തന്നെ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അവർ ഇവിടെ ഒരു പുതിയ ഒരു സംരംഭം നമുക്ക് കൊണ്ടുവരണം. ഏകദേശം 7,000 കോടി മുതൽ മുടക്കിൽ 10,000-ഓളം ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു ഇൻഫോ പാർക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പണിത് കഴിഞ്ഞാൽ അത് വലിയ വികസനത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് കൊടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുക്കുന്നതോടൊപ്പം അവർ പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള മിച്ചഭൂമി ഏറ്റെടുത്തത് റദ്ദ് ചെയ്തിട്ട് അത് നികത്താനുള്ള ഒരു നടപടി ഒരു തരണം, അതിനുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് ആദ്യഘട്ടത്തിൽ ഇതൊരു അനുഭവപൂർവമായ തീരുമാനം എടുത്തു. അത് ഏകദേശം പരിഗണിക്കേണ്ടതാണ്, നാട്ടിൽ വികസനം ഉണ്ടാകുന്നതാണെന്ന്. പക്ഷേ അത് മാത്രമല്ല, ഏതോ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും ഒരു 10,000-2,000 പേർക്ക് തൊഴിലും ഒക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. 10,000 പേർക്ക് തൊഴിൽ, 7,000 കോടി രൂപയുടെ നിക്ഷേപം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും നിക്ഷേപവും ഇത്രയും ആളുകൾക്ക് തൊഴിലും എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിനെ ഇവർ സമീപിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ വികസനമാണല്ലോ ഏത് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് ഇടതായാലും വലതായാലും എല്ലാവരും നോക്കുന്നത് അതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ശരിയാണ്. പക്ഷേ ഭൂമി പരിഗണിക്കപ്പെടുമ്പോൾ അത് വലിയ വിഷയമാവും.
ആറന്മുളയിലെ നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് അന്ന് പറഞ്ഞിരുന്ന ഭൂമി ഇപ്പോൾ മിച്ച ഭൂമിയായിട്ട് സർക്കാർ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ഭൂമി വീണ്ടും അത് ഇതുപോലുള്ള ഇൻഫോ പാർക്കിന് കൊടുക്കുകയാണെങ്കിൽ ആ നിലം മുഴുവൻ നികത്തണം. ഉറപ്പായിട്ടും 139 ഹെക്ടർ ഭൂമിയുണ്ട്. അതിൽ 16 ഹെക്ടർ ഭൂമി മാത്രമേ കരഭൂമിയായിട്ടുള്ളൂ. ബാക്കി വരുന്ന ഭൂമി മുഴുവൻ നികത്തണം. അത് നികത്താൻ സമ്മതിക്കൂ? ഇല്ല. അവിടെ ആദ്യം തന്നെ അതിനുടക്കമായിട്ട് വരാൻ പോണതാരാ? കൃഷി വകുപ്പ്, CPI. CPI കൃഷി വകുപ്പ്. CPI സ്വാഭാവികമായിട്ട് വന്നു. അവർ പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാരണം നമ്മൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇവിടെ സമരം ചെയ്തതാണ്. പിന്നെ നമ്മുടെ നയത്തിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. നെൽവയൽ തണ്ണീർത്തട നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നികത്തിയിട്ട് പുതിയ IT പാർക്ക് എന്നല്ല, വിമാനത്താവളം എന്നല്ല, ഒരു വികസനവും ഇവിടെ നടത്താൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. കൃഷി വകുപ്പ് CPIയുടെ കയ്യിലാണ്, റവന്യൂ CPIയുടെ കയ്യിലാണ്. ഇവർ രണ്ടുപേരും ഉറപ്പ് വെച്ചു. അല്ല, രസം എന്താ വെച്ചാൽ ഇപ്പോൾ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന P. പ്രസാദ് പഴയ സമരഭടനാണ്. അതെ, അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ CPIയുടെ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ്, ആ ഒരു പ്രൊഫൈലാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഈ സമരത്തിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം വന്ന ഘട്ടത്തിലും മാധ്യമങ്ങൾ ആദ്യം പ്രതികരണം എടുത്തത് P. പ്രസാദിൻ്റെയാണ്. P. പ്രസാദ് പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെയും അതിനെന്തായാലും ഞങ്ങൾ അനുമതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, സമ്മതിച്ച് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ തീരുമാനം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ വിമാന കമ്പനി തന്നെ ഈ അവർ ഒരു എന്താ പറയുക, കൂർക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞതുപോലെ അന്നേ അവർ ഈ ഭൂമിയിൽ എന്തോ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അന്നത്തെ പദ്ധതി നടക്കൂല, ഏത് വഴി നോക്കിയിട്ടും അത് അവിടെ ആവില്ലെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അവർ പുതിയ പദ്ധതിയായിട്ട് വന്നു. ഈ പുതിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും സാധ്യത പ്രേമന് കാണുന്നുണ്ടോ? അതായത് എനിക്കിതിൽ വേറൊരു കാഴ്ചപ്പാടാണുള്ളത്. ഞാൻ പറയുന്നത് എന്തായാലും ആ പദ്ധതി അവിടെ നടപ്പാക്കണമെന്ന് തന്നെയാണ് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ ഈ മൗണ്ട് സിയോൺ ഗ്രൂപ്പ്, അതിൻ്റെ എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഈ പദ്ധതിയൊക്കെ തുടങ്ങിയ ആൾ. വലിയൊരു വ്യവസായിയാണ്, വലിയ കോടീശ്വരനാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ അയാളുടെ ഒരു കമ്പനിയാണ് ഈ KGS, ഈ ആറന്മുള വിമാനത്താവള കമ്പനി. അപ്പോൾ ഈ പദ്ധതി പൂട്ടിയപ്പോൾ ഇദ്ദേഹം അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്തത് ഇപ്പോൾ ഈ IT പാർക്കല്ലേ, അതിനു മുമ്പ് അദ്ദേഹം ഈ ഏവിയേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ സാധ്യതയാണ് നോക്കിയത്. കാര്യം ഓൾറെഡി അവിടെ ഒരു വലിയൊരു കുന്ന് ഇടിച്ച് ഇപ്പോൾ കുറച്ച് ഭാഗം കരപ്രദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 16 ഹെക്ടർ. ആ പ്രദേശം കരഭൂമി ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു, അത് മുഴുവൻ ഇടിച്ച് നിരത്തി ഈ റൺവേ പോലെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാമെന്നാണ് കണക്ക് കൂട്ടിയത്. അത് നടന്നില്ല. അതാണിപ്പോൾ IT പാർക്ക്. അവിടെ ഓൾറെഡി ആ ഭൂമി ഞാൻ നേരിട്ട് പോയിട്ടുള്ളതാണ്. അവിടെ ഒരു കറുകമ്പുല്ല്, അതായത് ഈ തരിശുരഹിത ഭൂമി എന്ന രീതിയിൽ അവിടെ പഴയ ഗിരിജ കളക്ടറായിരുന്ന സമയത്ത് ഇത് കൃഷി യോഗ്യമാക്കാനായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നു. ഞാൻ വിവരാവകാശം അന്ന് ഞാൻ അവിടെ പത്തനംതിട്ട റിപ്പോർട്ടറായിരുന്നു. വിവരാവകാശം കൊടുത്തിട്ട് ഒരു തരിമ്പ് പോലും ഇവിടെ കൃഷി ഇറക്കി നടന്നിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ വെറുതെ തരിച്ചു കിടക്കുകയാണത്. വെറുതെ വെള്ളം കയറി ഈ എന്താ പറയുക, പാമ്പും ചേരയും ഒക്കെ കയറി നിരങ്ങുന്നതല്ലാണ്ട് വെറുതെ പാഴായി കിടക്കുന്ന ഭൂമി. ആ സമരകാലത്ത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൊടിമരം പൊളിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രചാരണം നടത്തിയാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതി തന്നെ ഉപേക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് എന്ത് പറ്റി? ഇപ്പം ഇവിടെ ഈ പരിസ്ഥിതി നാശം ഉണ്ടാകുന്നതാണല്ലോ പ്രശ്നം. അതേ പദ്ധതി പോയി അവിടെ എരുമേലിയിൽ അവിടെ വിമാനത്താവളം വരികയാണ്, അവിടെയും പരിസ്ഥിതി നാശമുണ്ട്. ഏതാണ്ട് 2570 ഏക്കർ സ്ഥലം, അതായത് അവിടെ റബ്ബർ എസ്റ്റേറ്റാണ്. അതിൽ 2260 ഏക്കർ ഇരിക്കുന്നത് നമ്മുടെ ഇവരുടെ കയ്യിലാണ്, ബിലീവേഴ്സ് ചർച്ചിൻ്റെ കയ്യിലാണ് റബ്ബർ എസ്റ്റേറ്റ്. അത് മുഴുവൻ വെട്ടി, അതായത് കുന്നും മലയും കിടക്കുന്ന പ്രദേശം ഇടിച്ച് നിരപ്പാക്കണം. ഇവിടെ വയൽ നികത്തുന്നതാണ് പ്രശ്നമെങ്കിൽ അവിടെ കുന്ന് ഇടിച്ച് നിരത്തണം. എന്നിട്ട് അവിടെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ വ്യോമയാന മന്ത്രാലയം ആ പദ്ധതിക്ക് ഇപ്പോഴേ എതിരാണ്. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളമുണ്ട്. ഇപ്പോൾ സിഗ്നലുകളുടെ പ്രശ്നമുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ ഇപ്പോഴത്തെ റൺവേ ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഭൂമി അവിടെ ഇല്ല. ഇപ്പോൾ ആ അവസ്ഥയിൽ ഭൂമി എയർപോർട്ട് പണിയുകയാണെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പ് റൺവേ പണിയാനൊക്കെ ഉള്ളൂ. അത് അവിടുത്തെ ഭൗതിക സാഹചര്യത്തിൽ അത് അപകടകരമാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് ഈ സമീപത്തെ ഗ്രാമങ്ങളെയും ഇത് ബാധിക്കും. കാര്യം ഈ വിമാനത്താവളം എന്ന് പറയുന്നത് ഏതാണ്ട് 2570 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2-3 പഞ്ചായത്ത് ചേരുന്ന ഏരിയ വരും.
അപ്പോൾ അത്രയും സ്ഥലത്ത് ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ സമീപ ഗ്രാമങ്ങളെ അത് ബാധിക്കും. തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് എരുമേലി എന്ന് പറയുന്ന ടൗണാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ആക്സസും പ്രശ്നമാണ്. ചെറിയ റോഡുകളാണ് ഈ പദ്ധതി പ്രദേശത്തുള്ള, എത്രയോ റോഡുകൾ വികസിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ വലിയ രീതിയിലൊരു പരിസ്ഥിതി നാശം അവിടെ സംഭവിക്കും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇനി ഇവിടെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആർക്കും ആലോചനയില്ല. എൻ്റെ ഒരു ആഗ്രഹം, ഏതായാലും ഇത്രയും നശിപ്പിച്ചിട്ടേക്കാണ് ആറന്മുള ആ ഒരു സ്ഥലം, അവിടെ തന്നെ എയർപോർട്ടോ എന്താണെന്ന് വെച്ചാൽ പണിയേ. ഇനിയിപ്പോൾ ഈ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഈ പറയുന്ന ഏരിയയ്ക്ക് ചുറ്റും ഇപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതായത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ അവരുടെ ബിനാമികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ച് പലയിടത്തും ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിമാനത്താവളത്തിനുള്ള എല്ലാ അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ആറന്മുളയിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഏവിയേഷൻ അക്കാദമിയോ IT പാർക്കോ എന്താണെന്ന് വെച്ചാൽ ആവാം. പക്ഷേ വാസ്തവത്തിൽ നടന്നത് അവിടെ ഈ അനാവശ്യ അതായത് ഇപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം പണിഞ്ഞേക്കുന്ന ഇതേപോലെ വയൽ നികത്തിയിട്ടാണ്. അതെ. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ പറയുന്ന ആറന്മുളയുടെ പേരിൽ ഉണ്ടാക്കി വലിയ കോലാഹലം ഉണ്ടാക്കി ചിലരുടെയൊക്കെ, അതായത് ഈ KGS ഗ്രൂപ്പിൽ നിന്ന് പൈസ അടിക്കാൻ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമിച്ച ചെറിയ പദ്ധതികൾ പാളിയതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സത്യത്തിൽ ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. പ്രാദേശികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് പിന്നെ വലുതായി, പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. കാര്യം നിലപാടിൻ്റെ പ്രശ്നമാണ്. പരിസ്ഥിതി സ്നേഹമാണല്ലോ, അന്ന് പരിസ്ഥിതി സ്നേഹമായിരുന്നു എല്ലാവർക്കും. ഇന്നിപ്പോൾ പരിസ്ഥിതിയൊന്നും വേണ്ട ആർക്കും. അന്ന് ആ നിലപാടെടുത്തവർക്ക് എന്ത് ചെയ്തിട്ട് ഇപ്പോൾ വികസനത്തിൻ്റെ വക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ആ ഭൂമിയിൽ ഒരു കാശ് ഒന്നിനും കൊള്ളുവരാണ്ട് കിടക്കുകയാണ്. എന്തിനെങ്കിലും പ്രയോജനപ്പെടുത്തുക.